ഷീറ്റ് മഴവെള്ളം വീഴുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഇവിടെ നല്ല മഴയാണ്. ഉണക്കമീനായതുകൊണ്ട് നമുക്ക് ഉപ്പിടണ്ട, മുളക് പൊടി ഇട്ടൊന്ന് പുരട്ടിയെടുത്താൽ മതി. ഒരിച്ചിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് വേവിക്കാൻ വേണ്ടി. ഈ ആവി വെള്ളത്തിലാണ് ഈ ക്യാരറ്റ് നമുക്ക് വെന്ത് കിട്ടിയേക്കുന്നത്. ഇപ്പം ഇവിടെ രാവിലെ തൊട്ടേ നല്ല മഴ പെയ്യുക, ഇപ്പോഴും മാറിയിട്ടില്ല. ഇവിടെ അമ്മയ്ക്കാണ് നല്ല പനി. അപ്പം അമ്മ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അമ്മ അവിടെ റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇന്ന് ഞാനാണ് ഇവിടെ ഉച്ചയൂണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ട കൂട്ടാൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കുറച്ച് ഉണക്കമീൻ ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെട്ടിയെടുക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ക്യാരറ്റ് തോരന് വേണ്ടി അരിഞ്ഞെടുക്കാം. അപ്പോൾ ക്യാരറ്റ് തോരൻ ഞാൻ ആദ്യമായിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു സവാള. ഇത് ഇത്രയുമാണ് എടുത്തേക്കുന്നത്. ഈ ക്യാരറ്റ് നമുക്ക് കൊത്തി അരിയാം. നമുക്കിവിടെ ചോപ്പർ ഇരിപ്പുണ്ടായിരുന്നു, അത് കേടായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ കൊത്തി അരിയുന്നത്. ഷീറ്റ് മഴവെള്ളം വീഴുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഇവിടെ നല്ല മഴയാണ്. അപ്പം ഇത് മൊത്തം അരിഞ്ഞു കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, സവാള ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, കുറച്ച് തേങ്ങ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി അടച്ച് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പം ക്യാരറ്റ് വേകുന്ന സമയത്ത് ഉണക്കമീൻ നമുക്കൊന്ന് പുരട്ടി വെക്കാം. അപ്പം അപ്പം ഇവിടെ വെട്ടി തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ ഉണ്ടല്ലോ, ഉണക്കമീനായതുകൊണ്ട് നമുക്ക് ഉപ്പിടണ്ട, മുളക് പൊടി ഇട്ടൊന്ന് പുരട്ടിയെടുത്താൽ മതി. തോരനായി കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഉണക്കമീൻ നമ്മളിവിടെ മുളക് പൊടി ഇട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റിനൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് നന്നായിട്ടിനി ഇളക്കി കൊടുക്കാം. തേങ്ങയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരിച്ചിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് വേവിക്കാൻ വേണ്ടി. ഈ ആവി വെള്ളത്തിലാണ് ഈ ക്യാരറ്റ് നമുക്ക് വെന്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് തുറന്ന് നമുക്ക് ഒന്നുകൂടെ ഇളക്കാം. നന്നായിട്ട് ആവി കയറി ക്യാരറ്റൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കാവേ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് വെന്തു. സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ റെഡി. ഇനിയും നമുക്ക് ഉണക്കമീൻ വറുത്തെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മീനിട്ട് കൊടുക്കാം. അങ്ങനെ ഉണക്കമീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉള്ളിച്ചാറ് ഒഴിച്ചിട്ടുണ്ട്. ക്യാരറ്റ് തോരൻ, ഉണക്കമീൻ വറുത്തത്. രാവിലെ പുട്ടും മുട്ടക്കറിയുമായിരുന്നു. അപ്പം മുട്ടക്കറിയുടെ ബാക്കി ഉള്ളിച്ചാറ് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഒഴിച്ചേക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഇളക്കി കഴിക്കാം. അമ്മയ്ക്ക് പനിയായതുകൊണ്ട് അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തു. ക്യാരറ്റ് തോരന് നല്ല ടേസ്റ്റുണ്ട്. ഇഞ്ചിയുടെ ആ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ക്യാരറ്റ് തോരനൊന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.